വിദ്യാഭ്യാസ മേഖലയിലെ അഴിമതിക്കും യുവാക്കൾ നേരിടുന്ന തൊഴിൽ നിഷേധത്തിനുമെതിരെ പകരം ചോദിക്കുക എന്ന മുദ്രാവാക്യമുയർത്തി സ്വാതന്ത്ര്യദിനത്തിൽ ഡിവൈഎഫ്ഐ ചിറ്റൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യങ് ഇന്ത്യ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. യുവജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കണമെന്നും വിദ്യാഭ്യാസവും തൊഴിലും ഉറപ്പാക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു പരിപാടി. യുവാക്കളുടെ തൊഴിലില്ലായ്മ വർദ്ധിപ്പിച്ചവർ പ്രതിഷേധത്തിന്റെ കാരണം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എസ്.എഫ്.ഐ മുൻ സംസ്ഥാന സെക്രട്ടറി ടി.പി. ബിനീഷ് ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്ന യുവതലമുറയ്ക്ക് മികച്ച വിദ്യാഭ്യാസവും തൊഴിലവസരങ്ങളും ഉറപ്പാക്കേണ്ടത് അനിവാര്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. വിദ്യാഭ്യാസ മേഖലയിലെ അഴിമതിക്കും തൊഴിൽ നിഷേധത്തിനുമെതിരെ യുവജനങ്ങൾ ശക്തമായ ഇടപെടൽ നടത്തണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. പോരാട്ടങ്ങളുടെ ഉൽപ്പന്നമായിട്ടാണ് ഇന്ത്യയിലെ സ്വാതന്ത്ര്യം നമുക്ക് നേടിയെടുത്തത്. അതിൽ വിവിധ രാഷ്ട്രീയധാര അതിന്റെ ഭാഗമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ, ഇന്ത്യയിലെ മറ്റ് നിരവധി പാർട്ടികളും സംഘടനകളും എല്ലാം തോളോട് തോൾ ചേർന്ന് നടത്തിയ സമരത്തിന്റെ ഉൽപ്പന്നമാണ് നാം ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം. എന്നാൽ ഈ കാലത്ത് നമ്മുടെ രാജ്യം ഭരിക്കുന്ന BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങളാണ് യഥാർത്ഥ ദേശസ്നേഹികൾ. നാടുകൾക്ക് 40 വട്ടം RSSന്റെയും BJPയുടെയും നേതാക്കൾ ഈ നാടിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദേശസ്നേഹത്തെ സംബന്ധിച്ച്. എന്നാൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ഏതെങ്കിലും ഒരു RSSന്റെ പ്രവർത്തകരെ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ എവിടെയും RSS ഉണ്ടായിരുന്നു. RSS അന്നെടുത്ത പണി ബ്രിട്ടീഷുകാർക്കെതിരെ ആരാണോ പോരാടിക്കൊണ്ടിരിക്കുന്നത്, ഏത് പ്രസ്ഥാനമാണോ പോരാടിക്കൊണ്ടിരിക്കുന്നത്, ആ വ്യക്തികളെയും പ്രസ്ഥാനങ്ങളെയും ഉന്മൂലനം ചെയ്യുക എന്ന രാഷ്ട്രീയ അജണ്ടയുമായി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരകാലത്ത് പ്രവർത്തിച്ച പ്രസ്ഥാനമാണ് RSS. ഡിവൈഎഫ്ഐ ചിറ്റൂർ ബ്ലോക്ക് പ്രസിഡന്റ് ടി.എസ്. ജിനു അധ്യക്ഷനായി. ബ്ലോക്ക് സെക്രട്ടറി ആർ. അച്യുതാനന്ദ് സ്വാഗതം പറഞ്ഞു. ഡിവൈഎഫ്ഐ ജില്ലാ ജോയിന്റ് സെക്രട്ടറി പി. ദിനനാഥ്, ജില്ലാ കമ്മിറ്റി അംഗം ശ്രീജ എന്നിവർ സംസാരിച്ചു. CPM ഏരിയ കമ്മിറ്റി അംഗങ്ങളായ സ്വാമിനാഥൻ, ജെയിൻ, മാത്യു എന്നിവർ ക്യാമ്പയിന് അഭിവാദ്യമർപ്പിച്ചു. ഡിവൈഎഫ്ഐ ബ്ലോക്ക് ട്രഷറർ കെ. കിരൺദാസ് നന്ദി പറഞ്ഞു. സ്വാതന്ത്ര്യദിനത്തിന്റെ ഭാഗമായി യുവജനങ്ങളെ അണിനിരത്തി വിദ്യാഭ്യാസം, തൊഴിൽ, സാമൂഹിക നീതി തുടങ്ങിയ വിഷയങ്ങളിൽ ശക്തമായ ഇടപെടൽ നടത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഡിവൈഎഫ്ഐ യങ് ഇന്ത്യ ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. പരിപാടിയിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകരും യുവജനങ്ങളും പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.